സിറിയയിൽ ഒടുവിൽ ബഷാർ അൽ അസദ് യുഗത്തിന് അന്ത്യമായിരിക്കുകയാണ്. 2011 സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത്. പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ മാറ്റി മറ്റൊരു ഭരണം കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. യുദ്ധം കനത്തപ്പോൾ അസദിനെ പിന്തുണച്ച് റഷ്യയും ഇറാനും രംഗത്തെത്തി. വിമതർക്കൊപ്പം അമേരിക്കയും ചില ഭാഗങ്ങളിൽ തുർക്കിയും എത്തി. അസദിന്റെ കൈകളിലുണ്ടായിരുന്ന ഭാഗം മാത്രമാണിപ്പോൾ HTSന്റെ സേന പിടിച്ചെടുത്തത്. ഈ മാപ്പ് ബഷാർ അൽ അസദ് വീഴുന്നതിന് മുമ്പ് സിറിയ എങ്ങനെയായിരുന്നു എന്നാണ്. 7 വിഭാഗങ്ങളായിരുന്നു സിറിയ ഭരിച്ചിരുന്നത്. ഒന്ന് ഈ ചുവപ്പിൽ അടയാളപ്പെടുത്തിയ അസദിൻ്റെ ഭരണമാണ്. രണ്ടാമത്തേത് ഈ യെല്ലോയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് SDFന്റെ ഭരണമാണ്. മൂന്നാമത്തേത് ഹൈഅത്തു തഹ്രീർ ഷാം എന്ന ഈ HTSന്റെ ഭരണമാണ്. നാലാമത്തേത് തുർക്കിക്ക് പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമി SNAയുടേതാണ്. 5 ISന്റെ ചില കേന്ദ്രങ്ങൾ ഈ ഭാഗത്തുണ്ട്. ആറാമത്തേത് US പിന്തുണയുള്ള ഫ്രീ സിറിയൻ ആർമി FSA അടക്കമുള്ള മേഖലകൾ ഈ US ബേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഏഴാമത്തേത് ഇസ്രായേലിലെ ഗോലൻ കുന്നുകളാണ്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഫലസ്തീൻ എന്ന് നമ്മൾ രേഖപ്പെടുത്തിയ ഇവിടെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഈ ഗോലൻ കുന്നുകൾ 1967 യുദ്ധത്തിൽ ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശമാണ്. അന്താരാഷ്ട്ര സമൂഹം ഇത് അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഈ ഓരോ വിഭാഗത്തിനും സിറിയയിൽ അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവ എന്താണെന്ന് പരിശോധിക്കുകയാണ് നാം. 2011 ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അലപ്പോയും ഹിംസും ദമസ്കസും അടങ്ങുന്ന ഈ മേഖല മാത്രമായിരുന്നു അസദിന്റെ കൈവശം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 27 മുതൽ വിമത നീക്കത്തിൽ ഓരോന്നായി HTS പിടിച്ചെടുക്കുന്നു. ഈ പ്രദേശം കയ്യിലാക്കാൻ തന്നെ അസദിനെ സഹായിച്ചിരുന്നത് റഷ്യയും ഇറാനുമായിരുന്നു. എന്തായിരുന്നു റഷ്യക്ക് സിറിയയിൽ കാര്യം എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഒരു ശക്തിയാണ് സിറിയ എന്നുള്ളതുകൊണ്ട് അവിടെ ശക്തി നേടാൻ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് റഷ്യക്ക് സിറിയയോടുള്ള നോട്ടം എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ കാലത്ത് തന്നെ സിറിയ ആ പക്ഷത്തോടൊപ്പമാണ് നിന്നത്. ചരിത്രപരമായി തന്നെ ഒരു ബന്ധം റഷ്യക്ക് സിറിയയുമായുണ്ട്. റഷ്യക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു ഭരണകൂടം അസദിൻ്റേത് കൂടിയായിരുന്നു. അതുകൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ ആഭ്യന്തര യുദ്ധത്തിൽ അസദിനെ പിന്തുണച്ചു പോകുന്നത്. പശ്ചിമേഷ്യയിലെ ബലാബലം ലോകരാജ്യങ്ങൾക്ക് വളരെ പ്രധാനമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ റഷ്യക്ക് സിറിയയിൽ സൈനിക സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ടാറ്റസ് നാവിക താവളവും അതേപോലെ തന്നെ ഹമീമിം എയർബേസും ഉൾപ്പെടെ റഷ്യക്ക് സിറിയയിൽ കാര്യമായ സൈനിക സാന്നിധ്യങ്ങളുണ്ട്. ഈ താവളങ്ങൾ റഷ്യക്ക് മിഡിൽ ഈസ്റ്റിൽ കാലുറപ്പിക്കാനുള്ള കേന്ദ്രം കൂടിയാണ്. നമ്മൾ ഇവിടെ കാണാം റഷ്യയുടെ എയർബേസും അതേപോലെ തന്നെ നേവൽ ബേസും നമുക്ക് കാണാൻ കഴിയും. ഇനി ഊർജ്ജ നിക്ഷേപങ്ങളുമുണ്ട് ഇവിടെ റഷ്യക്ക് മിഡിൽ ഈസ്റ്റിൽ കാലുറപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ സിറിയയിൽ ഗണ്യമായ എണ്ണവാതക ശേഖരമുണ്ട്. റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ സംരംഭങ്ങളായ ഗ്യാസ്പ്രോം അതേപോലെ തന്നെ റോസ്നെഫ്റ്റ് എന്നിവ സിറിയയിലെ ഊർജ്ജ പദ്ധതികളിൽ കാര്യമായി തന്നെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇത് സംരക്ഷിക്കുക എന്നത് റഷ്യക്ക് പ്രധാനമാണ്. ഇനി ഇവിടെ ഇറാൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറാന് റഷ്യയേക്കാൾ കൂടുതൽ സിറിയയിൽ താല്പര്യങ്ങളുണ്ട്. ഒന്ന്, പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു സഖ്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഇറാന് പശ്ചിമേഷ്യയിൽ നേരിട്ട് ഇറങ്ങിക്കളിക്കാനാകുന്ന ഏക രാഷ്ട്രമാണ് സിറിയ. മാത്രമല്ല പ്രധാന ശത്രുവായ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് സിറിയ. അതിനാൽ ഇറാന് സിറിയ അതിപ്രധാനമാണ്. മറ്റൊന്ന്, ലബനാനിലേക്കുള്ള പാലമാണ് എന്നുള്ളതാണ്. ഇറാൻ്റെ പ്രോക്സി സംഘടനയായ ലബനാനിലെ ഹിസ്ബുള്ളക്ക് ആയുധങ്ങളും മറ്റും കൈമാറാൻ സിറിയയിലൂടെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് സിറിയ ഇറാന് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഷിയ ബന്ധമാണ്. 13% ഷിയാക്കളുള്ള ഒരു രാജ്യമാണ് സിറിയ, നമുക്കറിയാം. ഒപ്പം സുന്നിയല്ലാത്ത അലവിയത്ത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബഷാർ അൽ അസദ്. അതുകൊണ്ട് തന്നെ അസദിനെ പിന്തുണക്കുക, സംരക്ഷിക്കുക എന്നത് ഇറാന് പ്രധാനമാണ്. ഇതാണ് ഇറാൻ്റെ താല്പര്യങ്ങൾ. ഇനി നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ SDF ആണ് ഈ യെല്ലോയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ഭാഗം കൈവശപ്പെടുത്തിയിട്ടുള്ളത്. SDF എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഒരു കുർദിഷ് സ്വയംഭരണത്തിനു വേണ്ടിയാണ്. സിറിയയിൽ ഒരു കുർദിഷ് സ്വയംഭരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്നറിയപ്പെടുന്ന SDF. ഒരു കുർദിഷ് സ്വയംഭരണ രാജ്യം അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. തുർക്കിയിൽ തീവ്രവാദ പ്രസ്ഥാനമായി അറിയപ്പെടുന്ന PKKയുടെ പിന്തുണ ഇവർക്കുണ്ട്. SDFന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് തുർക്കിയെ എതിർക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും തുർക്കിയുടെ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ തുർക്കിയെ എതിർക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയിൽപ്പെട്ടതാണ്. മറ്റൊന്ന്, SDFന് നല്ല സഹായം നൽകുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത. എന്താണ് ഈ സംഘടനകളെ അടക്കം പിന്തുണക്കാൻ അമേരിക്കയുടെ താല്പര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. റഷ്യയെയും ഇറാനെയും തടയുക എന്നുള്ളത് നമുക്കറിയാം സ്വാഭാവികമായും അമേരിക്കയുടെ ഒരു താല്പര്യമായി വരുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ISനെതിരായ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ പോരാട്ടമാണ് തങ്ങളുടെ ലക്ഷ്യം സിറിയയിൽ എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ ISും അതേപോലെ തന്നെ അതിൻ്റെ സംഘടനകളുമെല്ലാം അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്നുണ്ടാക്കിയതാണ് എന്ന സിദ്ധാന്തമുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു ലക്ഷ്യം അവർ മുമ്പിൽ വെക്കുന്നു. മൂന്നാമത്തേത് ഇസ്രായേലിന് പ്രതിരോധം ഒരുക്കുക എന്നുള്ളതാണ്. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്ത്
അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന് ഇവിടെ കാണുന്ന HTS ആണ്. ഈ HTS ആണ് കഴിഞ്ഞ 27 മുതൽ അലപ്പോയിൽ നിന്ന് തുടങ്ങി ഹമ പിടിച്ചെടുത്ത് ഹോംസും പിടിച്ചെടുത്ത് ഈ ദമസ്കസിൽ എത്തിയിരിക്കുന്നത്. ഹൈഅത്തു തഹ്രീർ ഷാം എന്ന ഈ HTS, ഇത്രയും വലിയ ഈ വിമത നീക്കത്തിൻ്റെ പ്രധാന മുന്നണി പോരാളികൾ ഇപ്പോൾ അവരാണ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അസദിനെ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം സിറിയയിൽ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും HTS ഇതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്നു. ആരാണ് HTSനെ പിന്തുണക്കുന്നത് എന്നുള്ളത് ഏറ്റവും ദുരൂഹമായ ഒരു ചോദ്യമാണ്. ഈ മാപ്പിൽ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് ഭാഗങ്ങൾ, തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന രണ്ട് പ്രദേശങ്ങൾ, അത് SNAയുടെ കൈകളിലാണ്. അതായത് തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള സംഘടനയുടെ കീഴിലാണ് ഈ പ്രദേശങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ സിറിയയിൽ ഭരണം പിടിക്കാൻ തുർക്കിയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന്, കുർദിഷ് ഭരണം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് തുർക്കിയിൽ തീവ്രവാദ പ്രസ്ഥാനമായി അറിയപ്പെടുന്ന PKK എന്ന സംഘടനയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു ഭരണം, അത് സിറിയയിൽ വരിക എന്നത് തുർക്കിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എർദോഗാൻ എന്തു വില കൊടുത്തും അതിന് തടയിടാൻ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിർത്തി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. സിറിയയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷിതമാക്കുക, പ്രത്യേകിച്ചും തങ്ങളുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നും തുർക്കിയെ സംരക്ഷിക്കുക എന്നുള്ളത് എർദോഗാൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് സിറിയയിൽ തുർക്കി ഇറങ്ങിക്കളിക്കുന്നത്. മൂന്നാമത്തേത് അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരമാവുക എന്നുള്ളതാണ്. 35 ലക്ഷം അഭയാർത്ഥികളാണ് 2011 മുതൽ സിറിയയിൽ നിന്ന് തുർക്കിയിലേക്ക് എത്തിയിട്ടുള്ളത്. അസദ് ഭരണകൂടം മാറി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണം വന്നാൽ, അത്തരമൊരു സാഹചര്യം ഒരുങ്ങിയാൽ അവരെ സിറിയയിലേക്ക് തന്നെ തിരിച്ചയക്കാനാണ് തുർക്കിയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ബഷാറുൽ അസദ് വീണാലും നിലവിലെ കളിക്കാരെല്ലാം അവരുടെ പണി സിറിയയിൽ തുടരും. അതെങ്ങനെയൊക്കെയാകും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഈ കളികൾക്കിടയിൽ ഈ മേഖലയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്.